ഹായ് എവരി വൺ, വെൽക്കം ടു ദ വുമൺ ഓഫ് ഓണർ സീരീസ്. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഏതാനും ചില ദിവസങ്ങൾ ബിസി ആയിരുന്നതുകൊണ്ട് വീഡിയോ വീണ്ടും ചെയ്യാണ്ട് സാധിച്ചില്ല. ഇന്ന് ഒരു സ്ത്രീകൾക്കായിട്ടുള്ള ഒരു വീഡിയോയാണ് ഇടുന്നത്. അത് എല്ലാവർക്കും ഉപകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിൽ നമുക്കിത് അത്യാവശ്യമായതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അതായത് നമ്മൾ എത്രമാത്രം അഡ്വാൻസ്ഡ് ആണെന്നുള്ളതിന് മറക്കാതിരിക്കുക. അതായത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, കഴിഞ്ഞ വർഷം ജനുവരിയിൽ US സെൻറ്റ് ജോർജ് എന്ന് പറയുന്ന സിറ്റിയിൽ പോകുവാനും അവിടെ ഞങ്ങൾ ഒരു ജാപ്പനീസ് റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ അവിടെ ഈ ജ്യൂസ്, വെള്ളം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ റോബോട്ടാണ് കൊണ്ടുവന്ന് തരുന്നത്. അതുപോലെ ബില്ല് പറഞ്ഞാൽ മനുഷ്യന് മിനിമം വർക്ക് ചെയ്യുക, മെഷീന് വന്നിട്ട് കൂടുതൽ വർക്ക് ചെയ്യുക, അങ്ങനത്തെ ഒരു പോളിസിയാണ് അവിടെ കണ്ടത്. പിന്നെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ, നമ്മൾ ഓർഡർ ചെയ്യുന്ന ഐറ്റം ഷെഫ് വന്നിട്ട് നമ്മുടെ ടേബിളിൻ്റെ അടുത്ത് തന്നെ വന്ന് സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് അവിടെ വെച്ച് തന്നെ കുക്ക് ചെയ്ത് നമ്മുടെ മുൻപിൽ വെച്ച് തന്നെ എല്ലാം റെഡിയാക്കി ടേബിളിൽ സെർവ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ആ റെസ്റ്റോറൻറ്റിൽ കണ്ടത്. ജാപ്പനീസ് റെസ്റ്റോറൻറ്റാണ്. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, മനുഷ്യർ ഒരുപാട് അഡ്വാൻസ് ആയിട്ട് പോകുമ്പോൾ നമ്മൾ, പ്രത്യേകിച്ച് മലയാളികൾ, നമ്മളുടെ സമയത്തിനധികം വില കൊടുക്കുന്നില്ല എന്നാണ് ഇതുവരെയും കാണുവാനായിട്ട് സാധിച്ചത്. പക്ഷേ ഇത് പുതിയ തലമുറയിൽ മാറ്റമുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വേറൊരു കാര്യം ഞാൻ പറയാനായിട്ട് ഇഷ്ടപ്പെടുന്നത്, 2 വർഷം മുമ്പ് ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറയുന്ന മലയാളം സിനിമ കാണുവാനായിട്ടിടയായി. അപ്പോൾ അതിൽ പ്രതിപാദിക്കുന്നതായ, അതായത് പ്രത്യേകിച്ച് അവരെടുത്ത് പറയുന്നത്, ട്രഡീഷണലായിട്ടുള്ള ഈ ജെൻഡർ റോൾസും പാട്രിയാർക്കൽ അവരുടെ നോംസൊക്കെ പ്രിവെയിൽ ചെയ്യുന്നതായ ഒരു ഇന്ത്യൻ ഹൗസ് ഹോൾഡ് സിസ്റ്റത്തെക്കുറിച്ചാണ് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത്. അത് ഹൈലൈറ്റ് ചെയ്യുന്നത് ഒരു അൺഈക്വലായിട്ടുള്ള ഡിവിഷൻ ഓഫ് ലേബർ എന്നുള്ള ഇതാണ്. അത് ഇപ്പോൾ എത്രമാത്രം സ്ത്രീകൾക്ക് അവർക്ക് ഉത്തരവാദിത്വം, വീട്ടു ജോലികൾ ചെയ്യുവാനായിട്ട് അവരിൽ നിന്നും മറ്റുള്ള പാട്രിയാർക്കലായിട്ടുള്ള ആ ഒരു കമ്മ്യൂണിറ്റി നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ്. അതായത് എന്തൊക്കെയാണേലും വീട്ടു ജോലിയാണ് മുഖ്യം എന്നുള്ള രീതിയിൽ നമ്മൾക്ക് ജോലിക്ക് പോയാലും ഇല്ലെങ്കിലും. അപ്പോൾ അവരുടെ ആ കഷ്ടപ്പാടുകൾ, അവരുടെ ആ ഡൊമസ്റ്റിക് ഡെയിലി ഉള്ള ആ ബേർഡന്, അതായത് അവരുടെ എല്ലാ റെസ്പോൺസിബിലിറ്റി അവരുടെ വീട്ടു ജോലിയുടെ കാര്യങ്ങളിലെല്ലാം തലയിൽ, കുക്കിംഗ് ആയാലും എന്തായാലും അവരുടെ തലയിൽ വയ്ക്കുന്നു. പിന്നെ ആ മൂവി എംഫസൈസ് ചെയ്യുന്നത് ഓവർവെൽമിങ് ബേർഡൻ പ്ലേസ്ഡ് ഓൺ വുമൻ ഇൻ മാനേജിങ് ഹൗസ് ഹോൾഡ് കോറസ് ലൈക്ക്, അതായത് അത് എത്രമാത്രം നമുക്ക് സ്ട്രെയിൻ ഉണ്ടാക്കുന്നതെന്നും, ഫിസിക്കൽ സ്ട്രെയിൻ മാത്രമല്ല മനസ്സുകൊണ്ടും വിഷമം ഉണ്ടാക്കുന്നുണ്ട്. ഈ ഇതിനോടുള്ള ഈ ടാസ്കുകൾ, അതായത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ, സ്ട്രെയിൻ അസോസിയേറ്റഡ് വിത്ത് ദിസ് ടാസ്ക്, ലാക്ക് ഓഫ് ഓട്ടോണമി ആൻഡ് ഇൻഡിവിജ്വാലിറ്റിയാണ്. അതുപോലെ തന്നെ ഈ സ്ത്രീകളുടെ ആസ്പിറേഷനും അവരുടെ ഇൻഡിവിജ്വലായിട്ട് അവർക്കുള്ള ആഗ്രഹങ്ങളൊക്കെയും അവരുടെ ഇഷ്ടങ്ങൾ, ഡിസയറൊക്കെയും ബാക്ക് സീറ്റിൽ വെച്ചുകൊണ്ട് സൊസൈറ്റി നമ്മൾ പ്രവർത്തിക്കേണ്ടതായിട്ട് വരുന്നു എന്നുള്ളതാണ് ഇതുവരെയും കണ്ടുവന്നിരുന്നത്. എന്നാൽ ആ ഫിലിം നല്ലതായിട്ട് എൻഡ് ചെയ്യുമ്പോൾ ആ ഹോം മേക്കറായിട്ടിരുന്ന അവർ, ആക്ച്വലി അവരൊരു ഡാൻസ് ടീച്ചറായിരുന്നു. അവരുടെ ഫാദറിൻ്റെ വന്നിട്ട് ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വിവാഹത്തിന് ശേഷം ഈ കിച്ചണിൽ തന്നെയായിരുന്നു. പിന്നീട് അവർ ഒരു നല്ല ഡാൻസ് ടീച്ചറായിട്ട് അവർ തന്നെ അവരുടെ സ്വന്തം കാർ ഓടിച്ച് കടന്നു വരുന്നതും, അവളുടെ എക്സ് ഹസ്ബൻഡ് വേറെ വിവാഹം കഴിച്ച് ഇവളെ പോലെ ആദ്യത്തെ ബേർഡനെല്ലാം കിച്ചണിൽ വർക്കുകൾ ചെയ്യുന്നതാണ് കാണുന്നത്. ആക്ച്വലി നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് ഈ കിച്ചൺ വർക്ക്, അതിൽ ക്ലീനിങ് ആവാം, എല്ലാം ഉണ്ടല്ലോ അതിൽ.
എല്ലാ കാര്യങ്ങളും അതിൽ പെടുന്നുണ്ട്. ഈ ഒരു വീട്ടിലെ കാര്യം തന്നെ ഒരുപാടുണ്ട്. അതെല്ലാം ചെയ്ത് നമ്മുടെ ജീവിതം അടുക്കളയിൽ തന്നെ തീർക്കുന്നതായിട്ടുള്ള ആ ഒരു രീതിക്ക് ഒരു മാറ്റം വരണമെന്നാണ് ആ ഫിലിം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. പിന്നെ എൻ്റെ കൂട്ടുകാരോട് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മൾ എങ്ങനെ സ്മാർട്ടായിട്ട് ജോലി ചെയ്യാൻ പറ്റുമെന്നുള്ളത് പഠിക്കണം എന്നുള്ളതാണ്. ഹാർഡ് വർക്ക് ചെയ്യുകയല്ല, സ്മാർട്ട് വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കണം. അതായത് ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരുപാട് ആവശ്യമുള്ളൊരു കാര്യമാണ് നമ്മൾക്ക് പേഴ്സണൽ കെയർ. അതായത് അതെടുത്തില്ല എങ്കിൽ ഫ്യൂച്ചറിൽ നമ്മളുടെ ആരോഗ്യവും എല്ലാ കാര്യങ്ങളിലും നമ്മൾ വളരെ ലിമിറ്റഡ് കണ്ടീഷനിലേക്ക് മാറിപ്പോവും. നമുക്കാരും സഹായിക്കാൻ കാണത്തില്ല. അപ്പോൾ നമ്മളുടെ പേഴ്സണലായിട്ടുള്ള കെയർ എടുക്കണമെങ്കിൽ അതിന് കുറച്ച് സമയം ആവശ്യമാണ്. അപ്പോൾ വീട്ടു ജോലികൾക്ക് നമ്മൾ എപ്പോഴും ഈ കുക്കിങ്ങും കിച്ചനും മാത്രമായിട്ടിരിക്കാതെ അതിനെ വേണ്ട രീതിയിൽ പ്ലാൻ ചെയ്ത് അത് എങ്ങനെ നമുക്ക് സ്മാർട്ടാക്കി എടുക്കാമെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട വിഷയങ്ങൾ. അതിനായിട്ട് സമയത്തിന് നമ്മൾ വില കൊടുക്കാനായിട്ട് ആദ്യം പഠിക്കണം. അതുപോലെ തന്നെ അവോയ്ഡ് ആങ്സൈറ്റി. നമ്മൾ ഈ ആങ്സൈറ്റിയിൽ കൂടെ നമുക്ക് പല രോഗങ്ങളും കടന്നു വരുന്നുള്ളതാണ്. ശരീരത്തിനും മനസ്സിനും ഒരുപോലെ അസ്വസ്ഥത തരുന്ന കാര്യമാണ് ആങ്സൈറ്റി. ഇപ്പോൾ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ 2 പേര് വിരുന്നുകാർ വരുന്നു എന്നുള്ളത് നമ്മൾ പെട്ടെന്ന് വരുന്ന വിരുന്നുകാരെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ആരെങ്കിലും വരുന്നു എന്ന് നമുക്ക് നേരത്തെ തന്നെ അറിവ് കിട്ടുകയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഞാൻ കണ്ടുവന്നിരിക്കുന്നത് വേറെയുള്ള രാജ്യങ്ങളിൽ, അതായത് അവർ നമ്മളുടെ ഇഷ്ടമുള്ള ഫുഡ് എന്താണെന്ന് ആദ്യം ചോദിക്കും, അന്വേഷിക്കും. നമുക്കിഷ്ടമുള്ളത്, അതായത് നമുക്കെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് വരുന്ന വിരുന്നുകാർക്ക് ഇഷ്ടമുള്ള ആഹാരം ഉണ്ടാക്കി വെക്കാനായിട്ട് അതിനുള്ള കാര്യങ്ങൾ നേരത്തെ അറേഞ്ച് ചെയ്യാനായിട്ട് അവർ നോക്കും. നമ്മൾ പൊതുവായിട്ട് മലയാളികൾ നമ്മൾക്ക് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കി അവരൊക്കെ കൂടെ കൊടുക്കുന്നു, 1-2 ഐറ്റംസ് അവർക്കുള്ളത് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓവറായിട്ടുള്ള ജോലി, ഓവറായിട്ടുള്ള ടൈം വേസ്റ്റ് മാത്രമല്ല, ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ ചെയ്ത് കൂട്ടുന്നത്. അതിന് അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഉണ്ടാക്കി നമുക്കിഷ്ടമുള്ള ഒരു ഐറ്റം കൂടെ വെച്ചിട്ട് നമ്മൾക്ക് വളരെ അത് നല്ല രീതിയിൽ ഫുഡ് കൊടുക്കാനും അതുപോലെ അവരെ റിസപ്ഷനിൽ അവരോട് സംസാരിക്കാനും ഒക്കെയുള്ള ടൈം കിട്ടുമെന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെയാണ് നമുക്ക് വന്നിട്ട് പ്ലാനിങ് അത്യാവശ്യമാണ്. അതിന് നമ്മൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്യാനായിട്ട് ആരംഭിക്കണം. ഓരോ ദിവസവും രാവിലെ നമ്മൾ അന്ന് എന്ത് ചെയ്യണം എന്നുള്ള പ്രയോറിറ്റി വൈസ് എന്ത് ജോലിയാണ് അന്ന് പ്രയോറിറ്റി ആയിട്ട് പെട്ടെന്ന് ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള അത് ആദ്യം ചെയ്യുക, പിന്നീട് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ ജോലിയിൽ നിന്ന് ഒരു ബ്രേക്ക് എടുക്കണം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഹോംവർക്ക് വീട്ടിലെ ജോലികളാണേലും നമ്മൾ അത് എപ്പോഴും കണ്ടിന്യൂസ് ചെയ്യാതിരിക്കുക, കുറച്ച് സമയം ചെയ്തിട്ട് പിന്നെ നമ്മൾ ബ്രേക്ക് എടുക്കുക. ജോലിക്ക് പോകുന്ന സ്ത്രീകളാണെങ്കിൽ അവർ വീട്ടു ജോലി കുറവ് ചെയ്തുകൊണ്ട് ഓഫീസ് വർക്കൊക്കെയും ചെയ്യണമല്ലോ, അവർക്കും വന്നിട്ട് ഒരു വീക്കിലി ഓഫോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഒരു എക്സ്ട്രാ ബ്രേക്ക് എടുത്ത് റിലാക്സ് ചെയ്യാനും അതുപോലെ ചെയ്യാനൊക്കെ ഉള്ള അവസരങ്ങൾ കണ്ടുപിടിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് ശരീരത്തിനും നമ്മളുടെ മനസ്സിനും റെസ്റ്റ് കൊടുക്കുക എന്നുള്ളത്. ആക്ച്വലി അങ്ങനൊരു കാര്യം നമ്മൾ ചെയ്യാറേ ഇല്ലെന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും നമ്മൾ ഒന്നെങ്കിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പോയതിനെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വരാനുള്ളതിനെക്കുറിച്ച് ആങ്സൈറ്റി ചെയ്തോണ്ട് അങ്ങനെയുള്ള ഒരു റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു ജീവിതം നമുക്ക് വേസ്റ്റാണ്. നമ്മളുടെ ജീവിതത്തെ ആയുസ്സിനെ പോലും നമുക്ക് അത് ദുസ്സഹമാക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതമായി മാറുകയാണ്. നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം റിലാക്സ് ചെയ്യുക. അത് മനസ്സിനും ശരീരത്തിനും സന്തോഷം തരുന്നതായ നല്ല കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. നമ്മൾ അങ്ങനത്തെ ഒരു റിലാക്സേഷൻ, അതായത് യോഗ ചെയ്യുന്നവർക്ക് യോഗ ചെയ്യാം, അല്ലാത്തവർക്ക് മെഡിറ്റേഷൻ ചെയ്യാം. എങ്ങനെയായാലും നമ്മുടെ മനസ്സിനും ശരീരത്തിനും കുളിർമ തരുന്നതായതും അതുപോലെ തന്നെ നമ്മൾക്ക് സന്തോഷം തരുന്നതായ കാര്യങ്ങളിൽ കൂടെ കടന്നു പോകാൻ അല്പം സമയം ചിലവഴിക്കണം. അതുപോലെ മറ്റൊരു കാര്യമാണ് ഷെയർ റെസ്പോൺസിബിലിറ്റി അറ്റ് ഹോം. മറ്റുള്ളവരുമായിട്ട്, അത് മക്കളോടാവാം, ഭർത്താവിനോടാകാം, അല്ലെ വീട്ടിൽ വേറെ ആരോ ഉള്ള അവരോട് എല്ലാവർക്കും കുറേശ്ശെ ജോലികൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഡിവൈഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ബേർഡനും നമ്മുടെ തലയിലേക്ക് വരത്തില്ലെന്നുള്ളതാണ്. ഇപ്പോൾ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ചെയ്യിക്കുന്നതുകൊണ്ട് ഒരു ദോഷമില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് കുട്ടികളെ കൊണ്ട് ചെറുതായിട്ടുള്ള ജോലികൾ ചെയ്യിപ്പിക്കണമെന്നാണ്
പിന്നെ നമ്മൾക്ക് കാണുവാൻ സാധിക്കും. ഞാൻ മറ്റുള്ള രാജ്യങ്ങളിലേക്കും മറ്റുള്ള ഹോസ്റ്റലുകളിലേക്കൊക്കെ കടന്നു പഠിക്കാനൊക്കെ പോകുന്ന മക്കൾ, ജോലിക്ക് പോകുന്ന മക്കൾ, അവരൊക്കെയും ജോലി ചെയ്ത് ശീലിക്കുന്ന എപ്പോഴും നല്ലതാണ്. ചെറിയ ചെറിയ ജോലികൾ ഒരാഴ്ചയിൽ അവർക്ക് ലീവുള്ള ദിവസങ്ങൾ, സ്കൂളില്ലാത്ത ദിവസങ്ങൾ, അല്ലെങ്കിൽ എക്സ്ട്രാ അവേഴ്സ് ഈവനിങ് ആയാലും ശരി, എപ്പോഴേലും ടൈം കിട്ടുമ്പോൾ അവരെ കൊണ്ട് ചെറിയ ജോലികളൊക്കെ ചെയ്യിക്കണം. അപ്പോഴും നമുക്ക് കുറച്ച് കാര്യങ്ങളിൽ നമുക്കും ടൈമും റെസ്റ്റും ഒക്കെ ലഭിക്കുന്നതാണ്. ഇത് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ചെറിയ ചെറിയ കുട്ടികളെക്കുറിച്ചും അതുപോലെ മറ്റുള്ള യൂത്തൊക്കെ എങ്ങനെ ജോലിയൊക്കെ ചെയ്ത് പഠിക്കണം അവരുടെ ഫ്യൂച്ചറിന് വേണ്ടി എന്നുള്ളത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് കാര്യമായിട്ട് അധികമൊന്നും പറയുന്നില്ല. പക്ഷെങ്കിൽ അത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഓർക്കുകയായിരുന്നു. അതായത് ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് അവന് +2 ഒക്കെ പഠിക്കുന്ന സമയമാണ്. അപ്പം ഈ തേങ്ങ ചിരണ്ടാൻ, ചപ്പാത്തി പരത്താൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവൻ്റെ ഹെൽപ്പ് ചെയ്യാൻ എടുക്കുമായിരുന്നു. തന്നെയല്ല, അവനതിന് പറയുമായിരുന്നു പെണ്ണുങ്ങൾ ചെയ്യേണ്ട കാര്യം എന്നെക്കൊണ്ട് ചെയ്യിക്കുന്നതെന്ന്. പക്ഷെ പെണ്ണുങ്ങൾ ചെയ്യേണ്ട കാര്യമല്ല, അത് പഠിച്ചിരിക്കുന്നത് എപ്പോഴും നല്ലതാണെന്നുള്ളതാണ്. അതായത് അത് കഴിഞ്ഞ് പിന്നീട് ഇപ്പോൾ ഒരു 16 years ബിഫോർ അവന് US ഇപ്പോൾ അവിടെ താമസമാക്കി കഴിഞ്ഞപ്പോൾ അവിടെ ചെന്ന് ഇതെല്ലാം ഇവിടെ എന്തൊക്കെ ചെയ്തു അതൊക്കെ അവനവിടെ യൂസ്ഫുള്ളായെന്ന് പറയാൻ പറ്റും. തന്നെയല്ല, പിന്നീട് ഞാൻ അവൻ്റെ വീട്ടിൽ അവൻ്റെ കിച്ചണൊക്കെ കണ്ടപ്പോൾ ഞാൻ തന്നെ സർപ്രൈസായിപ്പോയി. കാരണം എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഓർഡർലി ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനും അതുപോലെ അത് സൂക്ഷിക്കാനൊക്കെ അവൻ പഠിച്ചു എന്നുള്ളതാണ്. ഞാൻ കൊടുത്ത ട്രെയിനിങ് വളരെ ചെറുതാണേലും അവനത് അത്യാവശ്യ കാര്യങ്ങളെ അറിയുവാനായിട്ടുള്ളൊരു വഴിയായി മാറി. എനിക്കാരും പറഞ്ഞു തന്നിട്ടില്ല. എനിക്ക് ആ സമയത്ത് നമുക്ക് ജോലിക്ക് പോകേണ്ടതുകൊണ്ട് രാവിലെ ഉള്ള വർക്ക് ഇച്ചിരി ഷെയർ ചെയ്തൊക്കെ ചെയ്തുകൊണ്ട് അവനും പോകണം കോളേജിൽ. പക്ഷേ എന്നാലും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ അതൊരു എക്സ്പീരിയൻസായി. അത് ഏറ്റവും നന്നായി എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. പക്ഷേ ഇന്നിപ്പോൾ എല്ലാം അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് കൊണ്ട് കുട്ടികൾക്ക് വേഗം അത് ചെയ്യുവാനും പഠിക്കാനും ഒക്കെ ഈസിയാണ്. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ഇനിയിപ്പോൾ നമ്മൾ മറ്റുള്ളവരെ സെർവൻ്റ് എന്ന് പറഞ്ഞിട്ട് ഡിപ്പെൻഡ് ആകാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ സ്മാർട്ടായിട്ട് കാര്യങ്ങൾ ചെയ്ത് നമ്മൾക്ക് എങ്ങനെ എത്ര വേണം അത്രമാത്രം കാര്യങ്ങളിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ ഹയർ സംവൺ ഒക്കേഷണലി ടു ഡു ഹാർഡ് തിങ്സ്. നമുക്കിപ്പം വീട്ടിൽ ഇപ്പോൾ നാട്ടിലായാലും ശരി എവിടെ ആയാലും ശരി നമുക്ക് ചിലത് വലിയ ജോലികളൊക്കെ കാണും. ക്ലീനിങ് ആവാം, അല്ലെങ്കിൽ അതുപോലുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു മന്ത്ലി വൺസ് അറ്റ്ലീസ്റ്റ് ആരെങ്കിലും ഒരാളെ ഹയർ ചെയ്തിട്ട് അവർക്ക് ഒത്തിരി പൈസ കൊടുത്താലും നമുക്ക് ഈ ഹാർഡായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ആ ജോലി ചെയ്തിട്ട് പിറ്റേ ദിവസം നമ്മൾ കിടക്കേണ്ടതായിട്ട് സ്ട്രെയിനായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതിനെ കഴിഞ്ഞ് നല്ലത് നമ്മളുടെ സമയത്തിന് ഒത്തിരി വിലയായിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പൈസ നമുക്ക് വലുതായിട്ട് തോന്നത്തില്ല. അങ്ങനെ ഒരാളെ ഹയർ ചെയ്ത് അങ്ങനെ ഒരു മന്ത്ലി വൺസൊക്കെ എല്ലാ കാര്യങ്ങളും ക്ലീനിങ്ങും അതുപോലുള്ള വലിയ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ ചെയ്യേണ്ട വേറൊരു നല്ല കാര്യമാണ് നമ്മൾ റിസർവ് സം മണി ഫോർ അവർ പേഴ്സണൽ നീഡ്സ്. പ്രത്യേകിച്ച് സ്ത്രീകൾ എപ്പോഴും വന്നിട്ട് വീട്ടിൽ മറ്റുള്ളവരോട്, ജോലിക്ക് പോകാത്ത സ്ത്രീകൾ ഹസ്ബൻഡിനോടായാലും മക്കളോടായാലും പൈസ എനിക്ക് അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്ത് കൈ നീട്ടുന്നതിനെ കഴിഞ്ഞും നമുക്ക് ഇപ്പോൾ ചില വീടുകളിൽ അറിഞ്ഞുകൊണ്ട് തന്നെ അവർ കൊടുക്കുമായിരിക്കാം. പക്ഷേ ചില വീടുകളിൽ അങ്ങനെയുള്ളത് ചോദിച്ചാൽ മാത്രം കൊടുക്കുന്ന ഒരു ഇതൊക്കെ. അപ്പോൾ നമ്മൾ സ്ത്രീകൾ അത് സ്മാർട്ടായിട്ട് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്കായിട്ടൊരു ഫണ്ട് അത് മാറ്റി വെക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. റിസർവ് ഫണ്ടായിട്ട് വെക്കുക. നമ്മളുടെ സ്വന്തം ആവശ്യങ്ങൾ, നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ഒരു എക്സാമ്പിൾ പറയുക, ഇപ്പോൾ ഒരു ഹെയർ കട്ടിങ് ചെയ്യിക്കണം എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ബ്യൂട്ടി പാർലറിൽ പോകണമെന്ന് വിചാരിക്കുക, എന്തെങ്കിലും ആട്ടെ. അത് തന്നെയല്ല, ഒരു ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കണം, അല്ലെങ്കിൽ ഒരു പെർഫ്യൂം, എന്തെങ്കിലും നമുക്ക് ആവശ്യമുള്ള സാധനം പിന്നെ ഒരാളോട് ചോദിക്കാതെ വാങ്ങിക്കാനായിട്ടുള്ള ആ ഒരു കാര്യത്തിന് വേണ്ടി, അതുപോലെ തന്നെ എമർജൻസി ആയിട്ട് വീട്ടിൽ അത് ഉപകരിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഒരു റിസർവ് ഫണ്ട് വെക്കാനായിട്ട് നമ്മൾ സ്ത്രീകൾ പഠിക്കണം. അതുപോലെ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടതായ വേറൊരു കാര്യമാണ്
സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളത്. ബി ഹാപ്പി. അതുപോലെ തന്നെ ഒരു കീപ്പ് എ സ്മൈൽ. നമ്മുടെ മുഖത്ത് ഒരു ചെറിയ സ്മൈലുണ്ടെങ്കിൽ അത് തന്നെ എത്രയോ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് മറ്റുള്ളവർ നമ്മളെ കാണുമ്പോൾ അവർക്ക് തന്നെ സന്തോഷം മാത്രമല്ല അവരുടെ ദുഃഖം അവർ മറന്നു പോകുന്നുള്ളതാണ്. അതിന് ഒരു സ്മൈലിംഗ് ഫേസ് എപ്പോഴും എന്തോ ഒരു ഗുഡ് മെസ്സേജ്, ഒരു പോസിറ്റീവ് മെസ്സേജാണ് കൺവേ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും എല്ലാവർക്കും നന്ദി. ഈ എല്ലാവരുടെയും മുഖത്തൊരു നല്ല സ്മൈലിംഗ് ഉണ്ടായിരിക്കട്ടെ. ഹാവ് എ നൈസ് ടൈം. ബൈ.